പാകിസ്ഥാനിലെ US എംബസിയിൽ അക്രമ സംഭവങ്ങളടക്കം ലോകമെമ്പാടും ഇറാൻ ആക്രമണത്തിന്റെ അലയൊലികൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഗൾഫിലെ മിക്ക രാജ്യങ്ങളിലും ഇറാൻ ആക്രമണം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ആക്രമണമുണ്ട്. പല സ്ഥലങ്ങളിലും മിസൈലുകൾ പതിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലിലെ ടെൽ അവീവിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഇറാനെ ഇസ്രായേൽ അമേരിക്കയും സംയുക്തമായി ആക്രമിച്ചതിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അത് ഇപ്പോൾ ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വിവരം US എംബസി ആക്രമിക്കുകയാണ്. ജനങ്ങൾ, നമുക്കറിയാം, ഷിയ വിഭാഗങ്ങളുടെ നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനി എന്നുള്ളത്. ഷിയ വിഭാഗം ഒരുപാടുള്ള ഒരു സ്ഥലം കൂടിയാണ് പാകിസ്ഥാൻ. അവർ കൂട്ടം ചേർന്ന് അവിടുത്തെ പാകിസ്ഥാനിലെ US എംബസി ആക്രമിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തു. 6ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കാര്യങ്ങൾ അത്ര മെച്ചപ്പെട്ട രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഓരോ നിമിഷവും ഇറാന്റെ ആക്രമണത്തിന്റെ മൂർച്ച കൂടുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്നു, അവിടെ പല സ്ഥലങ്ങളിലും നാശനഷ്ടമുണ്ടാക്കുന്നു. ടെൽ അവീവിലടക്കം ആളുകൾ കൊല്ലപ്പെടുന്നു. ഒപ്പം അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ തൽക്കാലം ഇറാനില്ല എങ്കിൽ പോലും അവരുടെ സഖ്യകക്ഷികളായ അല്ലെങ്കിൽ അവരുടെ എയർബേസുകൾ ആക്രമിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇന്ത്യ അടക്കം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി സംസാരിക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ സംഘർഷഭരിതമായ പശ്ചിമേഷ്യ, സംഘർഷഭരിതമായ ഗൾഫ് മേഖല ഒക്കെ വല്ലാത്തരത്തിൽ ലോകക്രമത്തിന്റെ സമാധാനത്തെ ബാധിക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് പാകിസ്ഥാനിലെ US എംബസി ആക്രമിക്കുന്ന ജനക്കൂട്ടത്തെയാണ്. വലിയ തോതിൽ ആക്രമണമുണ്ടായി. എംബസിയുടെ ഗ്ലാസ് ചില്ലുകളും മറ്റും അടിച്ചു തകർക്കുകയും മറ്റും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടതിൽ പങ്കെടുത്തു. അതിനുശേഷം പട്ടാളം, പോലീസൊക്കെ ഇറങ്ങി അവിടെ അവരെ വെടിവെപ്പ് അടക്കം ആകാശത്തേക്ക് വെടിവെച്ചു. അവർ പിരിഞ്ഞു പോയില്ല. പിന്നീട് വെടിവെപ്പുണ്ടായി. 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അശാന്ത് സൃഷ്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലും എന്നുള്ളതാണ്. ഇതിനടക്കം നിരവധി സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അജയ്, സുധാ, ബിജു ഉണ്ട്. അജയ്, പാകിസ്ഥാന്റെ സംഭവത്തിലേക്ക് വരാം. അതിനു മുമ്പ് ചില ഗൾഫ് മേഖലകളിൽ കൂടുതലായി ആക്രമണം നടത്തുന്നു ഇറാൻ എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇറാൻ ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള 6 രാജ്യങ്ങളെയും ആക്രമിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒമാനെ ആക്രമിക്കാതെ അവർ മാറി നിന്നിരുന്നു. ഇപ്പോൾ ഒമാനിൽ ഉൾപ്പെടെ ആക്രമണം നടത്തി. ഇതോടെ സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, അബുദാബി, പിന്നെ UAE, അവസാനം ഇപ്പോൾ ഒമാൻ, എല്ലായിടത്തും ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഒമാനിൽ ഒരു തുറമുഖത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതായിട്ട് നമുക്ക് വിവരമുള്ളത്. ഇവിടെ തുറമുഖത്തിലേക്ക് തൊടുത്തുവിട്ട 2 ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഈ തുറമുഖത്തിൽ ആക്രമണം നടത്തിയത്. അവിടെയുള്ള ദുഃഖം തുറമുഖത്തിൽ അവിടെ പ്രവാസി തൊഴിലാളികൾ കൂട്ടം ചേർന്ന് താമസിച്ചിരുന്ന ഒരു മേഖലയ്ക്ക് നേരെയും അതുപോലെ തന്നെ അവിടെ ഓയിൽ ടാങ്കുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്തിരുന്ന മറ്റ് ഒരു മേഖലയ്ക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. 2 ഡ്രോണുകൾ ഇവിടെ പതിച്ചു. 2 ഡ്രോണുകൾ പൊട്ടിത്തെറിച്ച് ഈ ആക്രമണം ഉണ്ടായതിൽ അവിടെ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഒരു വിദേശി തൊഴിലാളിക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഒമാനി ന്യൂസ് ഏജൻസിയാണ് ഔദ്യോഗികമായി തന്നെ ഈ വിവരം പുറത്തുവിട്ടത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇറാൻ ഈ അവസാന നിമിഷത്തിൽ ഇപ്പോൾ ഇത്രയും ആക്രമണം, മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമണം നടത്തി ഇതുവരെ ഈ ആക്രമണങ്ങളിലൊന്നും പങ്കുചേരാതെ മധ്യസ്ഥത ചർച്ചകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഒമാൻ പോലെ ഒരു രാജ്യത്തിനെ ആക്രമിച്ചത് എന്നത് ദുരൂഹമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്ന രാജ്യമായിരുന്നു ഒമാൻ. അവർ പറഞ്ഞത്, US-നോട് പറഞ്ഞത്, ഇത് നിങ്ങളുടെ യുദ്ധമല്ല, നിങ്ങൾ എത്രയും വേഗം ഈ നടത്തുന്ന അഗ്രഷനിൽ നിന്ന് പിന്മാറണം, എത്രയും വേഗം ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഒമാൻ US-ന് കർശന നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഒമാനെ കൂടി ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് ഇരിക്കുകയാണ്. ഒമാനിൽ ഈ ആക്രമണം നടത്തിയത് എന്തിനാണ് എന്ന കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ഡ്രോണുകളാണ് ഈ ദുഃഖം തുറമുഖത്തിൽ പതിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. 6-ൽ നിന്ന് 9 പേർ മരിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറയാണ് ഇക്കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. അവിടെ ഈ കറാച്ചി പോലീസ് ആണ് ഈ വിവരം അൽ ജസീറയുടെ പ്രതിനിധിയോട് പറഞ്ഞിട്ടുള്ളത്. 9 പേരുടെ മൃതദേഹങ്ങൾ
സംഘങ്ങൾ അവിടെ ആശുപത്രിയിൽ നിലവിൽ എത്തിച്ചതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേരുടെ ഇവിടെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. കാരണം 30-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേരുടെ മരണം ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കാം. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോഴും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല റോഡുകളും ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധക്കാരെ പല ഭാഗത്തും തടഞ്ഞിരിക്കുകയാണ്. ഈ US കോൺസുലേറ്റിലേക്ക് എത്താതെ ഇവരെ തടഞ്ഞ് നിർത്താനുള്ള ശ്രമം അത് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ US കോൺസുലേറ്റിലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ എന്നാൽ ആരോഗ്യനിലയൊന്നും ഗുരുതരമല്ല. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും മറ്റ് അധികമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒരു ആശ്വാസജനകം തന്നെയാണ്. അതുപോലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ഇവിടെ തീവ്ര ശ്രമം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേൽ മിലിറ്ററി പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഈ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തി അവരുടെ പല സർക്കാർ ഓഫീസുകളും തകർത്തു, അവരുടെ പല നയതന്ത്രപരമായിട്ടുള്ള പല സ്ഥലങ്ങളും തകർത്തു എന്നുള്ള വിവരങ്ങളാണ്. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരണം. അജയ്, സുധാ, ബിജു അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറയാൻ ഇസ്രായേലിൽ നിന്ന് നമ്മോടൊപ്പം സ്റ്റീഫൻ ഉണ്ട്. ഒപ്പം ബഹ്റിനിൽ നിന്ന് ധനേഷ് മുരളിയും തത്സമയം ചേരുകയാണ്. ധനേഷിലേക്ക് ആദ്യം പോകണം. ധനേഷ്, ഗൾഫ് രാജ്യങ്ങളിൽ ആകെ ഒരു അശാന്തി പടർന്നിരിക്കുകയാണ്. റമദാൻ കാലമാണ്, നമുക്കറിയാം. പ്രതീക്ഷിക്കാത്ത വിധമുള്ള, അതായത് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കുമെന്ന്. അവരുടെ ഒമാൻ പോലെയുള്ള രാജ്യത്തെ പോലും ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്ത രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്ന ഇറാന്റെ രീതി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ധനേഷ്? നമുക്കിപ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം നമുക്ക് അത്ര വലിയ ഡേഞ്ചറസ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഞാൻ ന്യൂസ് 18 പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം ചില മാധ്യമങ്ങളിൽ വല്ലാതെ പരിഭ്രാന്തി ചെലുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 2 ലക്ഷത്തോളം മലയാളികൾ ബഹറിലുണ്ടെങ്കിൽ പോലും ഏകദേശം 30 മുതൽ 35 ലക്ഷത്തോളം മലയാളികൾ മുഴുവനായി ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 35 ലക്ഷത്തോളം മലയാളികൾ എന്ന് പറയുമ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്ന ഏകദേശം 1 കോടിയോളം ആളുകൾ നാട്ടിലും ഉണ്ടായേക്കാം. അപ്പൊ ചില മാധ്യമങ്ങൾ ഇന്ന് രാവിലെ ഒരു ന്യൂസിൽ കണ്ടതാണ്, ബുർജ് ഖലീഫയോളം ദുബായിൽ എങ്ങനെയാണോ ബുർജ് ഖലീഫ അതേപോലെ ബഹറിലെ ഖലീഫ ടവർ ആണ് ഇറാൻ ടവർ. എത്രയോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ്. അപ്പൊ അങ്ങനെയുള്ള പരിഭ്രാന്തി കൊടുക്കുന്ന വാർത്ത ന്യൂസ് 18 ഭാഗത്തുനിന്ന് പോകുന്നില്ല എന്നുള്ളത് വളരെ അഭിനന്ദനം നൽകേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ തെറ്റായ വാർത്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പരിഭ്രാന്തികൾ കുറയ്ക്കുക. കാരണം ഇവിടെയും ആളുകൾ തീർച്ചയായിട്ടും ബഹ്റിൻ പോലുള്ള രാജ്യം എന്ന് പറയുമ്പോൾ വളരെ സമാധാനമായിട്ട് അവനവന്റെ ജോലി കഴിഞ്ഞ് സന്തോഷിക്കാൻ ഇടമുള്ള, വളരെ സോഷ്യലായിട്ട് വളരെയധികം ആഘോഷങ്ങളും പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇഫ്താറിന്റെ ഒരു സമയം കൂടെയാണ്, നോമ്പ് കാലമാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇഫ്താർ നടന്നുകൊണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.